അപ്പൊ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്റെ കയ്യിൽ കുറെ കൊച്ചുള്ളി ഇരിപ്പുണ്ട്. ഈ ഉള്ളി കൊണ്ട് നമുക്ക് അടിപൊളി ഒരു കറി തയ്യാറാക്കിയാലോ. അത് നല്ല അടിപൊളി ഉള്ളിത്തീയൽ, നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഉള്ളിത്തീയൽ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ അത് തയ്യാറാക്കുന്നതിന് മുമ്പേ കൂട്ടുകാരെ ലൈക്ക് ഷെയർ ചെയ്തേക്കണേ. അപ്പൊ നേരെ പോയാലോ നമുക്ക് വീട്ടിലോട്ട്. അപ്പൊ ആദ്യം നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വന്നു. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വറുക്കാം. ഇനി നമുക്കത് ഇറക്കി വെക്കാം. ഇത് തണുത്തിട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ജാറിലോട്ട് മാറ്റാം. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു ചട്ടി വെച്ച് ചൂടായി വന്നാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, ഈ സമയത്ത് നമുക്ക് അതിനകത്തൊരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അടുത്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ പാകത്തിനനുസരിച്ചുള്ള ഉപ്പാണ് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിലേക്ക് ഒന്ന് വഴുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നത് പറഞ്ഞാൽ തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അതുകൊണ്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതേ ജാറിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. പുളിയുടെ ആവശ്യം നമ്മൾ തക്കാളി ഇട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടുത്ത് നമ്മൾ കറി ഒന്ന് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇളകി കുറുകിയെന്ന് നോക്കാം. നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും വേണ്ട. ഈ ഒരു കറി മാത്രം മതി. ഇങ്ങനെ ഉള്ളിത്തീയൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ കൂട്ടുകാരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.